ചില ദിവസങ്ങളിൽ ഓഫീസ് വിട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആവാറുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കുന്നതാണ് ഈ വൺ പോട്ട് മീൽ. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ബിരിയാണി റൈസും 1/4 കപ്പ് മൂങ്ക് ദാൽ അല്ലെങ്കിൽ ചെറുപയർ പരിപ്പും എടുത്താൽ മതി. ഇത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ പൊട്ടറ്റോയും ക്യാരറ്റും പിന്നെ ഗ്രീൻ പീസും ആണ് എടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഏത് വെജിറ്റബിളും ആഡ് ചെയ്യാം കേട്ടോ. കൂടെ 2 പച്ചമുളകും 4 വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടി ചേർത്ത് നല്ലോണം ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് ടർമറിക് പൗഡറും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഒരു 3 വിസിലാവുമ്പോഴത്തേക്കും ഇത് നല്ലോണം കുക്കായി വരും കേട്ടോ. ഇതിന് നോർത്ത് ഇന്ത്യയിലൊക്കെ ഖിച്ചടി എന്നാണ് പറയുന്നത്. ഞാനിത് ആദ്യം കഴിച്ചിട്ടുള്ളത് ആസാമിൽ തേസ്പൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഹാലേശ്വർ ടെമ്പിളുണ്ട്. അവിടെ ഉച്ചയ്ക്ക് പ്രസാദമായിട്ട് തരുന്നതാണ് ഈ കിച്ചടി. അവിടുത്തെ കിച്ചടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ചും വാട്ടറും പിന്നെ വെജിറ്റബിൾസും എല്ലാം വ്യത്യാസമുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. കൂടെ തന്നെ നമുക്കൊരു ക്യാബേജ് സാലഡും കൂടി ഉണ്ടാക്കിയെടുക്കാം. ക്യാബേജ് നന്നായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഒരു 3-4 പച്ചമുളക് കീറിയതും ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ആവിയെല്ലാം പോയി. ഇനി നമുക്കിതിന് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. എന്നാലാണല്ലോ ആ വെജിറ്റബിൾ എല്ലാം അതിനകത്ത് മിക്സായി വരുള്ളൂ. സ്മാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മല്ലിയില ചേർക്കാം കേട്ടോ. ചിലർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. മല്ലിയില ഇടാതിരുന്നാലും ടേസ്റ്റൊക്കെ ഉണ്ട്. കിച്ചടി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. ചൂട് പോയി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നല്ല കട്ടിയായി പോവുകയും ചെയ്യും. ഇനി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ക്യാബേജ് സാലഡും കുക്കുംബർ പിക്കിളും കൂടെ കൂട്ടിയാണ് നമ്മളിത് കഴിക്കാനായിട്ട് പോകുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ല നെയ്യും കൂടി ഒഴിക്കണം. നെയ്യ് നമുക്ക് ഇഷ്ടമനുസരിച്ച് ചേർക്കാം കേട്ടോ. നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ലപോലെ നെയ്യ് ചേർക്കാം. ഇനിയിപ്പോൾ ലഞ്ചിനും ഡിന്നറിനും ഇപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് ആലോചിച്ച് വിഷമിക്കണ്ട. വീട്ടിലുള്ള റൈസും പരിപ്പും വെജിറ്റബിൾസും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു അടിപൊളി കിച്ചടി ഉണ്ടാക്കി നോക്കിക്കോളൂ. ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി ഡിഷുമായിട്ട് വീണ്ടും കാണാം.